ഹലോ ചങ്ങാതിമാരെ നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരു കാർ ഷെഡാണ്. കാർ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. ഈ ഒരു പോർച്ച് നമ്മൾ നിർത്തിയിട്ടുള്ളത് 4 കാലിലല്ല കേട്ടോ, സെൻറ്ററിൽ മാത്രമാണ് കാലുകൾ വരുന്നുള്ളത്. അതിൻ്റെ സൈഡിൽ ഒരു ട്രസ് പോലെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി ഷീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഒരു 17 അടി നീളത്തിലാണ് കേട്ടോ. അതായത് ഒരു 5 ഷീറ്റിൻ്റെ അളവിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഈ ഒരു വർക്കിനായിട്ട് എടുത്തിട്ടുള്ളത് 3 സ്ക്വയർ ട്യൂബാണ് കേട്ടോ. 16 kg വരുന്ന 3 സ്ക്വയർ ട്യൂബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാലും അതുപോലെ രണ്ട് സൈഡിൽ ഇടുന്ന ഡ്രസ്സും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രസ്സ് ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അടിയിൽ നമ്മൾ കറക്റ്റ് മട്ടത്തിനാണ് നമ്മൾ ഫ്ലാറ്റ് സ്പിരിറ്റ് കറക്റ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പിൽ വരുന്ന പൈപ്പിൽ മാത്രമാണ് നമ്മൾ ചെരിവ് എടുക്കുന്നുള്ളത് കേട്ടോ. ഇനി അടിയിൽ ഭാവിയിൽ സീലിംഗ് എന്തെങ്കിലും ചെയ്യുന്ന ടൈമിൽ അടിഭാഗത്ത് 1-2 പൈപ്പ് കൂടെ ചാനലിലൂടെ അവർക്ക് അടിക്കുകയാണെന്ന് വെച്ചാൽ സുഖമായിട്ട് ആ ഒരു ഫ്ലാറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കാലും ഡ്രസ്സൊക്കെ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലേക്കുള്ള കാല് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഡ്രസ്സ്. ഇതിന് ഫുള്ള് വെൽഡ് ചെയ്യാനുണ്ട്. ആ ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാം നമുക്ക്. ഈ ഒരു ഡ്രസ്സിലാണ് കേട്ടോ നമ്മുടെ ഫുള്ള് ലോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 ഡ്രസ്സ് ഇതുപോലെ നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുഴി സെറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ കുഴി എടുക്കുന്നത് നമ്മൾ അത്യാവശ്യം നല്ല കുഴി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ആഴത്തിലും നല്ല റൗണ്ടിലും എടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഡ്രസ്സിൻ്റെ ലോഡ് ഫുള്ള് വരുന്നത് ഈ വരുന്ന കോൺക്രീറ്റിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് അത്യാവശ്യം നല്ല കുഴി എടുത്ത് ഇതുപോലെ നമ്മൾ നമ്മുടെ ഡ്രസ്സിനെ അതിലേക്ക് ഇറക്കി വെച്ച് ലെവൽ കറക്റ്റാക്കി കുത്തൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോൺക്രീറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. 2 കുഴികളാണ് വരുന്നത്. അത്യാവശ്യം നല്ല വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കോൺക്രീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ആ കുഴി ഫില്ലാക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. കുത്തളൊക്കെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിലേക്കുള്ള കോൺക്രീറ്റ് സെറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഇനി കാണുന്നത്. കറക്റ്റ് ലെവലും സ്പിരിറ്റും വാട്ടർ ലെവലും ഒക്കെ കറക്റ്റാക്കി നൂല് കെട്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് മൊത്തം ഒന്ന് കോൺക്രീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഞങ്ങൾ 2 ആൾ മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കാല് സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ആൾ മാത്രമാണ് വന്നിട്ടുള്ളത്. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിടുത്തം വിട്ടിട്ടുണ്ടായിരുന്നു. 1.5 ചാക്കിൻ്റെ കോൺക്രീറ്റ് നമുക്കിതിൽ കയറിയിട്ടുണ്ട്. ഇത് ഉറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ വെച്ച് പോയിട്ടുണ്ട്. കോൺക്രീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉറച്ചതിന് ശേഷമാണ് നമുക്കിത് ബാക്കി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ HB പോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 സ്ക്വയർ ട്യൂബിൽ ഇതുപോലെ ഓരടി ഗ്യാപ്പിന് നമ്മൾ ഒരു HB സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ടൈ അടിച്ചിട്ട് 2 സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് 1.5 ഗ്യാപ്പിൽ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് ഇതുപോലെ ഫുള്ള് വെൽഡിങ് കഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ ആ ഡ്രസ്സിനെ 2 പാടെ കൂട്ടിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡും ഫ്രണ്ടിലും ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 ഡ്രസ്സ് അല്ലാണ്ട് അതിൻ്റെ ഇടയിലൊരു കഴുക്കോലോട് വരുന്നുണ്ട്. അപ്പോൾ ആ കഴുക്കോല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ മൊത്തത്തിലൊന്ന് കൂട്ടിപ്പിടുത്തം കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് അവർ HB കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഡ്രസ്സിൽ ഇതുപോലെ 3/4 സ്ക്വയർ ട്യൂബിൽ ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അത് പെയിൻറ്റ് കയറുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2 സൈഡിലും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊരു കഴുക്കോലൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മുടെ ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ ഒരു ചെരുവൂടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ചെയ്യുന്ന ടൈമിൽ അതിൽ ചെരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് പട്ടികയാണ് ഇനി അടിക്കാനുള്ളത്. അപ്പോൾ ആ പട്ടികയെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. 1.5 സ്ക്വയർ ട്യൂബാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പട്ടിക അടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇതുപോലെ ഒരു 2.5 അടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ പട്ടികകൾ നമുക്ക് സെറ്റ് ചെയ്ത് ഫുള്ള് വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4/1 സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഷീറ്റ് കാണാണ്ടിരിക്കാനും അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് ഒരു വൃത്തി കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശേഷം നമ്മൾ ഈ അടിച്ച പട്ടികകൾ മൊത്തം ഒന്ന് വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ നമ്മൾ യൂറോ കാർഡിൻ്റെ ഒരു വൈറ്റ് പാത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാമ്പുകളും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ ഈ വെൽഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ വെൽഡ് ചെയ്യുന്ന ടൈമിൽ ആ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് പെട്ടെന്ന് അവിടെ തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട് ടച്ച് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പുറത്ത് ബോർഡർ കൊടുത്ത ഭാഗത്ത് ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് വേറെ എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വൈറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെൽഡിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷീറ്റ് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഷീറ്റ് അടിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്കിൽ പാത്തി സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. യൂറോ ഗാർഡിൻ്റെ സ്ക്വയർ പാത്തിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെ സ്ക്വയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് സെറ്റാക്കാം. അതിനുശേഷം നമുക്ക് ഷീറ്റ് അടിച്ചെടുക്കാം കേട്ടോ. ഷീറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ജിയോ റൂഫിൻ്റെ 3.5 ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിക്കുന്നതിന് മുന്നേ അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒരു കവർ വന്നിട്ടുണ്ടാവും. ആ കവറൊക്കെ ചീന്തി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് അടിക്കൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതങ്ങനെ കടന്നു കഴിഞ്ഞാൽ അതാകെ ഒരു വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ചൊറി പിടിച്ച പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതില്ലായിരിക്കാൻ വേണ്ടിയിട്ട് അത് ഊരിയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റ് കംപ്ലീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 5 ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 14 അടി നീളത്തിൽ 5 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 17 അടിയോളം നമുക്ക് വീതി കിട്ടുന്നുണ്ടാവും. ഇത് കണ്ടില്ലേ, സെൻറ്ററിൽ മാത്രം നമ്മൾ കാല് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പകുതിയിലധികം പുറത്തേക്കാണ് നമ്മുടെ കാലിന് തള്ളി നിൽക്കുന്നത്. എന്നിട്ടും ഒരു തൂക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ താഴത്തുനിന്നുള്ള കാഴ്ച കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ അടിഭാഗം നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ സീലിംഗ് ചെയ്യുന്ന ടൈമിൽ 1-2 ചാനൽ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാം. ചെരിഞ്ഞിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അതുപോലെ ഈ കാലിൻ്റെ സൈഡിൽ നമ്മളൊരു സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബെഞ്ച് പോലെ, ഒരു സ്റ്റൂള് പോലെ. അപ്പോൾ അതിന് ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അടിഭാഗമൊക്കെ ഒന്ന് ഫില്ലായി വരും കേട്ടോ. ഇപ്പോൾ സ്ഥലം കിടക്കുന്നത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടും അതുപോലെ നല്ല കുണ്ടായിട്ടൊക്കെ കിടക്കുന്നുള്ളത്. അപ്പോൾ ഇത് മുറ്റത്തിനൊപ്പം ഇതൊന്ന് പൊന്തി വരും. ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കോറി വേസ്റ്റ് ഇട്ട് സെറ്റായി ഉയർന്നു വരും. അപ്പോഴും കറക്റ്റ് ഹൈറ്റായി മാറും കേട്ടോ. സീലിംഗ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഡിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള കാഴ്ച. ഇത് ഫുള്ള് വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ അടിക്കുന്നില്ല, അത് അവർ പാർട്ടി അടിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇതിൻ്റെ അടിഭാഗത്തുള്ള കോൺക്രീറ്റും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും സീലിംഗ് വർക്കും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.